ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നതിനിടെ പ്രിയങ്ക ഗാന്ധിയെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ചുമതല ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത ഡൽഹി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കണ്ടിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്കും പ്രതീക്ഷിക്കാതെ കോൺഗ്രസ് ദില്ലിയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രധാന മാധ്യമങ്ങളെല്ലാം വാർത്തയും നൽകി. അതോടെ സന്തോഷത്തിലായ കോൺഗ്രസ് ഇപ്പോൾ വിയർപ്പൊഴുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും രാഹുലോ പ്രിയങ്കയോ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല. അതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോഗ്യത്തിൽ ദില്ലി കോൺഗ്രസുകാർക്ക് ഇത്രയേറെ ആശങ്കയുണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഡൽഹിയിൽ നടന്ന 2 റാലികളിൽ പങ്കെടുക്കാൻ രാഹുലിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രചാരണത്തിന്റെ ചുമതല പ്രിയങ്കയെ ഏൽപ്പിക്കണമെന്നാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിശ്ചയിച്ചിരുന്ന റാലിയിൽ ഇന്നലെ രാഹുലിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുപോലെ ഇന്ന് മാദിപൂരിലാണ് രാഹുൽ ഗാന്ധി റാലി നിശ്ചയിച്ചിരുന്നത്. ഇതിൽ രാഹുൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഡൽഹിയിലെ റാലികൾക്ക് പുറമെ ബൽഗാവിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 10 ദിവസം മാത്രം ബാക്കിയുള്ള ദില്ലി തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. മുൻ വർഷങ്ങളെ പോലെ ഡൽഹിയിൽ ഇക്കുറിയും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AAPയും BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ത്രികോണ മത്സരം എന്ന പേരിൽ AAPയുടെ സമ്പൂർണ്ണ ആധിപത്യം ഇത്തവണ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, AAPയുടെ ഭരണം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടില്ല എന്നിരിക്കെ അത് വ്യക്തമായ അഴിമതി എന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹത്തെ വീണ്ടും അധികാരമേൽപ്പിക്കുന്നത് ആപത്താണ് എന്ന് ദില്ലിക്കാർ കണക്കുകൂട്ടുന്നു. അത് BJPയുടെ സീറ്റ് വർദ്ധിക്കാൻ ഇടയാക്കും. കോൺഗ്രസും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. സീറ്റുകൾ വർദ്ധിക്കുന്നതോടെ ആകെയുള്ള 70 സീറ്റുകളിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.